പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 7, 14, 16. അതിപ്രകാരമാണ്: ഇതാ ദുഷ്ടൻ തിന്മയെ നിർബന്ധിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ വചനം ശ്രദ്ധിക്കണം. ഉണ്ടോ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു, അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കിട്ട് തിന്മ ചെയ്താൽ, മറ്റുള്ളവർക്ക് തിന്മ വരാൻ ആഗ്രഹിച്ചാൽ, മറ്റുള്ളവർക്ക് തിന്മ വരുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ ആ തിന്മ നമ്മുടെ മേൽ തന്നെ ആയിരിക്കും. ആ കുഴിയിൽ നമ്മൾ തന്നെയായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, അവൻ കുഴി കുഴിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കുഴിയിൽ വീഴുന്നത് മറ്റുള്ളവരല്ല, നമ്മൾ തന്നെ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തില് വേദനാകരമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേദന, ആ തിന്മ നമുക്കിട്ട് തന്നെ വരും. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കും. വചനം പറയുകയാണ് സങ്കീർത്തനത്തില്, അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ തറയുന്നു. എത്രയോ ശക്തമായ വചനമാ. സങ്കീർത്തനം 10:11 നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം മറന്നിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്, അവിടുന്ന് ഒരിക്കലും അത് കാണുകയില്ലെന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദുഷ്ട മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും നമ്മൾ പ്ലാൻ ഇടുന്നതും മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കുന്ന ഒന്നും ദൈവം പോലും കാണുന്നില്ലെന്ന്. പക്ഷെ വചനം പറയുകയാണ്, അവിടുന്ന് ഒരിക്കലും അത് കാണുകയില്ലെന്ന് ദുഷ്ടൻ വിചാരിച്ചാലും ദൈവം അത് കാണുന്നു, ദൈവം അത് അറിയുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കെപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകാം, മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി ആഗ്രഹിക്കാം, മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.